ഹലോ നമസ്കാരം, ഏവർക്കും സൈനപ്പ് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ 2025-26 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഈ 25-26 ബഡ്ജറ്റിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ചൂടോടെ തന്നെ 25-26 ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ PSC പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് 12th ലെവലായി കഴിഞ്ഞാലും 10th ലെവലായി കഴിഞ്ഞാലും ഡിഗ്രി ലെവലിലാണെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. 2022 +2 പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത് എന്താണ് എന്നുള്ള ചോദ്യം. അതുപോലെ തന്നെ 2022-23 ബഡ്ജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നെന്ത് ചെയ്തു നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിം സ്റ്റേജിലെ ചോദിച്ചൊരു ചോദ്യമാണ് 2023. അതുപോലെ 2023 ഇന്ത്യൻ റിസർവ് ബറ്റാലിയനെ ചോദിച്ച ചോദ്യമാണ്. അവിടെ 2023-24 ബഡ്ജറ്റിലെ പറ്റിയുള്ള ചോദ്യമായിരുന്നു ചോദിച്ചത്. അപ്പൊ ഇതിനകത്ത് 7 മുൻഗണനകളിൽ പിന്നീട് ഉൾപ്പെടാത്തത് ഏത് എന്നായിരുന്നു ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഈ പറയുന്ന ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് ഈ പറഞ്ഞ ഈ ബഡ്ജറ്റിനെ പറ്റിയിട്ട് 25-26 ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോ നമുക്കറിയുന്ന ആദ്യത്തെ കാര്യം, എല്ലാ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് മുതലാണ്? ഫെബ്രുവരി 1-നാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. പക്ഷേ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഫെബ്രുവരി 1-നായിരുന്നില്ല ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത് അല്ലെ? അപ്പൊ എന്ന് മുതലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ 2017 മുതലാണ് നമ്മൾ ഈ പറയുന്ന ബഡ്ജറ്റിനെ ഫെബ്രുവരി 1 മുതൽ അവതരിപ്പിച്ചു തുടങ്ങിയത്. അതിന് മുന്നത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ആ ഒരു ഫെബ്രുവരി മാസത്തിന്റെ അവസാനത്തെ പ്രവൃത്തി ദിവസമായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ അതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ഫെബ്രുവരി അവസാനമാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത മാർച്ച് മാസത്തിലേക്ക് പോയി, പിന്നീട് ഈ പറയുന്ന അടുത്ത ഏപ്രിൽ 1 ആകുമ്പോഴേക്കും അടുത്ത സാമ്പത്തിക വർഷം വരുന്നുണ്ട്. അപ്പൊ ആ സാമ്പത്തിക വർഷത്തിന് മുന്നേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ടൈം ഗവൺമെന്റിന് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നീട് ഫെബ്രുവരി 1-ാം തീയതി മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇപ്പൊ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആരാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക? തീർച്ചയായിട്ടും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. എന്താ അവതരിപ്പിക്കുക? ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ബഡ്ജറ്റിന് തൊട്ട് മുന്നേ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, സാമ്പത്തിക സർവേ അവതരിപ്പിക്കാറുണ്ട്. ഇതിന് തൊട്ട് മുന്നേ കഴിഞ്ഞ വർഷം വരെ എങ്ങനെയായിരുന്നു എക്കോണമിയുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ, അതുപോലെ എവിടെയാണ് കൂടുതൽ പൈസ നമ്മൾ ചെലവാക്കിയത്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ എങ്ങനെയായിരുന്നു, റെസീപ്റ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാമ്പത്തിക സർവേ അവതരിപ്പിക്കപ്പെടാറുണ്ട്. അപ്പൊ ആ സാമ്പത്തിക സർവേ അവതരിപ്പിക്കുന്ന ആരാണ്? അത് എക്കോണമിക് അഡ്വൈസർ ആണ് എന്ത് ചെയ്യുക, സാമ്പത്തിക സർവേ അവതരിപ്പിക്കുക. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന തൊട്ട് തലേ ദിവസമായിട്ടായിരിക്കും എന്ത് ചെയ്യുക, സാമ്പത്തിക സർവേ അവതരിപ്പിക്കുന്നത്. അപ്പോ ഇന്ന് നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു, ശരിയാണ്, ഇന്ന് നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അപ്പൊ ആ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം തന്നെ നിർമ്മലാ സീതാരാമൻ റെക്കോർഡ് കൂടിയാണ് എന്ത് ചെയ്തത്, ആ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പോ നമുക്ക് തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രി കൂടിയാണ് ആര്, നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷമാണ് ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് 7 തവണയായിരുന്നു കഴിഞ്ഞ വർഷം എന്ത് ചെയ്ത് ആ തുടർച്ചയായി ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വർഷവും കൂടി ആയപ്പോ തുടർച്ചയായി 8 തവണയാണ് എന്ത് ചെയ്യുന്നത്, നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പൊ നമ്മൾ 2017 മുതലാണ് ഫെബ്രുവരി 1-ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ 2017-ന് 1-2 പ്രത്യേകതകൾ കൂടിയുണ്ട്. നമുക്ക് ഇതിനു മുന്നേ ബഡ്ജറ്റിന് ഒരു കഥ നോക്കുകയാണെങ്കിൽ നേരത്തെ ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റ് എന്നും സെപ്പറേറ്റ് 2 ബഡ്ജറ്റ് ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇടയ്ക്കെങ്കിലും പഴയ ബഡ്ജറ്റ് കണ്ടവർ തോന്നിയിട്ടുണ്ടാവും, ഈ റെയിൽവേ ബഡ്ജറ്റ് എവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഈ ഒരു റെയിൽവേ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവരുന്നത് ആക്വർത്ത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. അത് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് 1921. അപ്പോ അന്ന് ബ്രിട്ടീഷുകാർക്ക് സാധനങ്ങളും സേവനങ്ങൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേയുടെ ആവശ്യം റെയിൽവേ എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒന്നായിരുന്നു. അതുകൊണ്ട് റെയിൽവേക്ക് വേണ്ടി അവർ കൂടുതൽ തുകയും വകയിരുത്തിയിരുന്നു. അപ്പൊ അന്ന് ആക്വർത്ത് കമ്മീഷൻ എന്ത് ചെയ്തു, ആക്രാന്തത്തോടു കൂടി പറഞ്ഞു റെയിൽവേക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആ ഒരു ബഡ്ജറ്റ് വേണം. ശരി, അങ്ങനെ 1924 മുതൽ എന്ത് ചെയ്തു, ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും സെപ്പറേറ്റ് ആയിട്ട് അവതരിപ്പിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോ ബിബേക് ദെബ്രോയ് കമ്മിറ്റി പറയാണ്, അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടായിരുന്നു, പക്ഷെ ഇന്ത്യയിൽ നമുക്ക് എന്തില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പറയാണ്. അങ്ങനെ ബിബേക് ദെബ്രോയ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പിന്നീട് 2017 ഫെബ്രുവരി 1 മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി,
ഈ ഒരു റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒന്നിച്ച് അവതരിപ്പിക്കാൻ തുടങ്ങി. അതിന് സെപ്പറേറ്റ് ബഡ്ജറ്റ് ആവശ്യമില്ല എന്ന് എന്ത് ചെയ്യാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റുകൾ 2017 മുതലാണ് ഫെബ്രുവരി 1 മുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയത്. ആ 2017 തന്നെയാണ് ഈ പറയുന്ന ജനറൽ ബഡ്ജറ്റിനെയും റെയിൽവേ ബഡ്ജറ്റിനെയും ഒന്നിച്ച് അവതരിപ്പിച്ചത് ബിബേക് ദെബ്രോയ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞു ഇവിടെ നമ്മുടെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച നിർമ്മലാ സീതാരാമനാണ് 8 തവണയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയെങ്കിൽ ചോദ്യം, ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചാരാ? ആ പോയിന്റ് ശ്രദ്ധിച്ചു കേട്ടോണം. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമനാണ്. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് കൂടി കഴിഞ്ഞപ്പോൾ 8 തവണയാണ് തുടർച്ചയായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി ആണ്, 10 തവണ. അപ്പോ ഒരു 3 വർഷം കൂടി എന്ത് ചെയ്തു, തുടർച്ചയായി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മൊറാർജി ദേശായിയുടെ റെക്കോർഡും ആര് ബ്രേക്ക് ചെയ്യും? നിർമ്മലാ സീതാരാമൻ ബ്രേക്ക് ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ അടുത്ത നിർമ്മലാ സീതാരാമനെ പറ്റി പറയാവുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമൻ തന്നെയാണ്. 2020-21 2 മണിക്കൂർ 40 മിനിറ്റ് ആയിരുന്നു ആ ഒരു ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം. 2020-21 പ്രത്യേകത കൂടി ഉണ്ടായിരുന്നല്ലോ. കോവിഡ് കഴിഞ്ഞ് പറയുന്ന കൊറോണ കാരണം ഒരു റിസഷൻ പീരീഡിലേക്ക് ഇന്ത്യ പോയ സമയം കൂടിയാണ്. അപ്പൊ ആ ഒരു ബഡ്ജറ്റ് ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമനാണ്. ആ ബഡ്ജറ്റ് ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂർ 40 മിനിറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം അല്ലെ, ഏറ്റവും ചെറിയ ബഡ്ജറ്റ് പ്രസംഗം ആരുടേതാണ് എന്ന് നമുക്ക് തോന്നാം. ഏറ്റവും ചെറിയ ബഡ്ജറ്റ് പ്രസംഗം ആരുടേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു ഇടക്കാല ബഡ്ജറ്റിലാണ്. HM പട്ടേലാണ് 1977. അതിനകത്ത് 800 വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ ഞാനിപ്പോ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം, ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് ആരാണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ്? ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു അദ്ദേഹം. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് എന്ത് ചെയ്തു, ഈ പറയുന്ന നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വന്നു. അങ്ങനെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ ആയിട്ട് ഒരുപാട് സംഭാവന ചെയ്ത മനുഷ്യനാണ് PC മഹലനോബിസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവായിട്ടും നമ്മൾ അറിയപ്പെടുന്നത് ആരെയാണ്? PC മഹലനോബിസിനെയാണ്. എന്നാൽ പിന്നെ ബഡ്ജറ്റിന്റെ കുറച്ച് ചരിത്രം കൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി വീഡിയോയിലേക്ക് ഈ വർഷത്തെ ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന PC മഹലനോബിസ് ആണ്. അപ്പൊ നിലവിൽ ഇന്നത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച നിർമ്മലാ സീതാരാമനാണ്. നോർമലി കേന്ദ്ര ധനമന്ത്രിയാണ് എന്ത് ചെയ്യുക, ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് എന്നായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്? തീർച്ചയായിട്ടും കാനിങ് പ്രഭുവിന്റെ കാലത്ത് 1860 എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണ്. അപ്പൊ അവിടെ നിന്നൊരു 2-3 ചോദ്യം നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണെങ്കിൽ അടുത്തൊരു ചോദ്യം, സ്വതന്ത്ര ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരായിരുന്നു? ഓർത്തോണേ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടിയാണ്. 1947 നവംബർ 26 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പിന്നീട് ഇന്ത്യൻ റിപ്പബ്ലിക് ആയതിനു ശേഷം ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആരും ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മത്തായി തന്നെയാണ്, ജോൺ മത്തായി അല്ലെ, മലയാളിയാണ്. 1950 ഫെബ്രുവരി 28 ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി ആണ്. സെറ്റ്. ഇത്രയും പോയിന്റ് ക്ലിയർ, ഇത്രയും പോയിന്റ് കിട്ടി. അപ്പോ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരുടെ കാലത്താണെന്നറിയാം, ആരാണെന്നറിയാം. ജെയിംസ് വിൽസൺ ആണ്. സ്വതന്ത്ര ഇന്ത്യ ആണെങ്കിൽ ഷൺമുഖം ചെട്ടിയാണ് അല്ലെ, ഷൺമുഖം ചെട്ടിയാണ്. അവിടെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോ. നമ്മൾ സ്വതന്ത്രനാവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് നോക്കിയാൽ മതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടിയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ആദ്യ ബഡ്ജറ്റ് ആരാണ്? ജോൺ മത്തായി ആണ് അവതരിപ്പിച്ചത് എന്ന് ഓർത്തിരിക്കാം. അപ്പൊ അങ്ങനെയെങ്കിൽ അടുത്ത് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ് എന്നാണ് അടുത്ത ചോദ്യം. ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ നോക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇന്ത്യയില് ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിതാ പ്രധാനമന്ത്രിമാർ എത്ര പേരാണ്? അതാരല്ല? ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആൻസർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. എത്ര വനിതകൾ ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്, എങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിതകൾ ആരെല്ലാം എന്നതാണ് അടുത്ത ചോദ്യം. ഓക്കെ, ഇതെല്ലാവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അറിയുന്ന അടുത്ത കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും ബഡ്ജറ്റ് എന്ന വാക്കിനെ പറ്റി പ്രസ്താവിച്ചിട്ടില്ല.
മറിച്ച് ആർട്ടിക്കിൾ 112 ബഡ്ജറ്റിനെ പറ്റി പറയുന്നത്. പക്ഷെ അവിടെ പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയാം. അപ്പൊ ബഡ്ജറ്റ് എന്ന വാക്ക് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ബഡ്ജറ്റ് എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിലേ പറയുന്നില്ല. അവിടെ പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. എങ്കിൽ ഈ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കുന്നത് ആരാണ് എന്ന് പറയുന്നുണ്ട്. അത് ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കണം എന്ന് പറയുന്നു. എവിടെ? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112. അപ്പോ അവിടെ തന്നെ ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം, ഇന്ത്യൻ ബഡ്ജറ്റ് പിതാവാരായിരുന്നു? PC മഹലനോബിസിനെയാണ്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസിനെയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 2025-26 ബഡ്ജറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കയറാം. അപ്പോ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2025 ബഡ്ജറ്റിലേക്ക് കടക്കുമ്പോൾ ശരിക്കും ഇതിന് തൊട്ട് മുന്നേ 2024 ബഡ്ജറ്റിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, 2047 ആകുമ്പോഴേക്കും ഇന്ത്യയെ എന്ത് ചെയ്യണം? ഒരു ഡെവലപ്ഡ് രാജ്യമാക്കി മാറ്റണം, ഒരു വികസിത രാജ്യമാക്കി മാറ്റണം. അങ്ങനെ രാജ്യം ഒരു വികസിത രാജ്യമാക്കി മാറണമെങ്കിൽ ഇന്നുള്ള എക്കോണമിയിൽ നിന്ന് ഒരു 30 ട്രില്യൺ എക്കോണമി ആയിട്ട് ഇന്ത്യ വളരണം. ശരിയാണ്. അങ്ങനെ ഒരു 30 ട്രില്യൺ എക്കോണമി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് 4 ഫോക്കസ് ഏരിയകളൊക്കെ എന്ത് ചെയ്തു? 2024 ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോ 2025 ബഡ്ജറ്റിൽ ഇവിടെ പറയുന്ന ഇങ്ങനെയാണ്, ഇന്ത്യയുടെ വികസന എഞ്ചിനുകൾ ഏതൊക്കെയാണ്? ശരിക്കും ഈ പറയുന്ന 30 ട്രില്യൺ എക്കോണമിയിലേക്ക് ഇന്ത്യ എത്തണം. 2047 ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 4 വികസന എഞ്ചിനുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത് പറയുന്നത്. അപ്പോ ഇന്ത്യയുടെ ഡെവലപ്മെന്റിന്, ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 4 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഒന്നാമത്തെ കാര്യം തീർച്ചയായിട്ടും കൃഷി തന്നെയാണ്. ഇന്ത്യയിൽ നിലവിലെ സാഹചര്യത്തിൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖലയാണ് കൃഷി. എന്നാൽ രാജ്യത്ത് ഏറ്റവും കുറവ് സംഭാവന നൽകുന്ന മേഖല കൂടിയാണ്. GDPയുടെ സംഭാവന നോക്കുകയാണെങ്കിൽ, രാജ്യത്തിന്റെ വരുമാനം നോക്കുകയാണെങ്കിൽ, പ്രൈമറി സെക്ടറിൽ നിന്ന്, കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം തീർച്ചയായിട്ടും വളരെ കുറവാണ്, അല്ലെ? കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 17.6% മാത്രമായിരുന്നു കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല കൂടിയാണ് കൃഷി. അപ്പോ രാജ്യത്തിന്റെ വികസനത്തിന് ആദ്യം വേണ്ടത് ഈ പറയുന്ന ഒരു പ്രച്ഛന്ന തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന മേഖല, അല്ലെ? ഒരുപാട് ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു, പക്ഷെ അത്രയും ആളിന്റെ ആവശ്യമില്ല. ആ മേഖല വികസിക്കണം, കൃഷി വികസിക്കണം. ഓക്കെ, അങ്ങനെ ആദ്യത്തെ വികസന എഞ്ചിനായിട്ട് പറയുന്നത് അഗ്രികൾച്ചർ ആണ്, കൃഷിയാണ്. രണ്ടാമത്തെ പ്രാധാന്യം ആർക്ക് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ വികസന എഞ്ചിനായിട്ട് നമ്മൾ പറയുന്നത് MSME ആണ്. MSME ആണ്, മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസസ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ചെറുകിട വ്യവസായങ്ങളെ കൂടി എന്ത് ചെയ്യുക? ഈ പറയുന്ന പുരോഗതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ എന്ത് ചെയ്യാണ് ഈ 2025-26 ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ചു. അടുത്ത എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാജ്യത്ത് നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. രാജ്യത്തെ നിക്ഷേപം വർദ്ധിക്കുക, വിദേശ നിക്ഷേപമാണെങ്കിലും ഇന്ത്യയിലുള്ള നിക്ഷേപമാണെങ്കിലും, ഇങ്ങനെ നിക്ഷേപം വർദ്ധിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ വളർന്നു വരുന്നതിനും, അതുപോലെ തന്നെ ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് രാജ്യത്തേക്ക് വരുന്നത് രാജ്യത്തിന് അത് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനും എന്ത് ചെയ്യും? സാധിക്കും. അങ്ങനെയെങ്കിൽ നിക്ഷേപം വളരണം, അല്ലെ? രാജ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് കൂടണം. ശരിയാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ അടുത്തൊരു കാര്യം, കയറ്റുമതിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, എക്സ്പോർട്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോ രാജ്യത്ത് 2025-26 ബഡ്ജറ്റിന് 4 വികസന എഞ്ചിനുകളാണ് പറയുന്നത്. ഒന്നാമത്തെ കൃഷി, 2 MSME, 3 നിക്ഷേപം, 4 കയറ്റുമതി. ഏതൊക്കെയാ? കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി. ഇത് പഠിച്ചോണേ. അപ്പൊ 2025-26 ബഡ്ജറ്റിൽ പ്രസ്താവിച്ചിട്ടുള്ള 4 വികസന എഞ്ചിനുകൾ ഏതൊക്കെയാണ്? കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി. ഓക്കെ, കൃഷി നമുക്ക് അഗ്രികൾച്ചർ വേണമെങ്കിൽ ഇങ്ങനെ ഓർത്തിരിക്കാം. അഗ്രികൾച്ചറിന്റെ A ഓർത്തിരിക്കാം. നിക്ഷേപം ഇൻവെസ്റ്റ്മെന്റ് I ഓർത്തിരിക്കാം. MSMEയുടെ M ഓർത്തിരിക്കാം. അവിടെ എയിം എന്ന് ആലോചിക്കാമല്ലോ. എയിം എന്തിനാ എയിം ചെയ്യുന്നത്? എക്സ്പോർട്ടിന് കൂടിയിട്ട് കയറ്റുമതി. എയിമിനകത്ത് അഗ്രികൾച്ചർ, ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ MSME. മൂന്നും കിട്ടും. സെറ്റ്. ശരി. അപ്പോ 2025-26 ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന 4 വികസന എഞ്ചിനുകൾ ഏതൊക്കെയാ? അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി, 2 ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം, 3 MSME, 4 കയറ്റുമതി അല്ലെങ്കിൽ എക്സ്പോർട്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി രാജ്യം ഇങ്ങനെ 4 എഞ്ചിനുകൾ, അല്ലെ? ഈ 4 എഞ്ചിനുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഒരു വികസിത രാജ്യമായിട്ട് മാറും, വികസിത ഭാരതമായിട്ട് മാറും എന്നാണ് 25-26 ബഡ്ജറ്റിൽ പറഞ്ഞത്. ഓക്കെ,
എങ്ങനെ നമ്മൾ മാറും? ദേ പറയാണ്, ഈ 4 എഞ്ചിനുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കും. ശരി, അങ്ങനെയെങ്കിൽ ഈ 4 എഞ്ചിനുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം? രാജ്യത്തിന്റെ എക്കോണമിക് ഗ്രോത്തിന്, GDP ഗ്രോത്തിന് പ്രാധാന്യം കൊടുക്കാം. 2, ഇൻക്ലൂസീവ് ഗ്രോത്ത് അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച. ഇൻക്ലൂസീവ് ഗ്രോത്ത് അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച. ശരിയാണ്. അപ്പൊ അവിടെ രാജ്യം GDP ഗ്രോത്ത് കൈവരിച്ചാൽ മാത്രം പോരാ, മറിച്ച് അവിടെ എന്ത് ചെയ്യണം? രാജ്യം GDP ഗ്രോത്ത് കൈവരിക്കുന്നതിനോടൊപ്പം ബാക്കി ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൂടി എന്ത് ചെയ്യണം? ബാക്കി എല്ലാവരും അതിന്റെ ഗുണഭോക്താക്കളാവണം. GDP ഗ്രോത്ത് കൈവരിക്കുന്നതിനോടൊപ്പം എല്ലാവരും ഒരുമിച്ച് വളരുക, അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് സാധ്യമാക്കുക. പിന്നീട് പറയുന്നൊരു പോയിന്റ് മധ്യവർഗത്തിന്റെ ചെലവാക്കുന്നതിനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക, അവരുടെ പർച്ചേസിംഗ് പവർ കൂട്ടുക, അവരുടെ സ്പെൻഡിങ്സ് കൂട്ടാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും പദ്ധതികൾ, കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാം. ഓക്കെ, അതെങ്ങനെയാ രാജ്യത്തിന്റെ GDP ഗ്രോത്തിനെ സഹായിക്കുക? അതേ നോക്കിയേ, ഇവിടെ എപ്പോഴാണ് രാജ്യത്തിന്റെ GDP ഗ്രോത്ത് കൂടുക? GDP നമുക്കറിയാം, രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ, രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ എന്തുമാത്രം സാധനങ്ങളും ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നോ, അന്തിമ സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നോ, അതിന്റെ ടോട്ടൽ മണി വാല്യൂവിനെയാണ് GDP എന്ന് വിളിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഏതൊരു രാജ്യത്തെയും പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം കൂടിക്കഴിഞ്ഞാൽ, ഒരു രാജ്യത്തെ ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാജ്യത്തിന്റെ GDP ഗ്രോത്ത് കൂടും. ശരി, അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നു എന്ത് ചെയ്യാം? മധ്യവർഗത്തിന്റെ ചെലവാക്കുന്നുള്ള കഴിവ് വർദ്ധിപ്പിക്കുക. ശരി, മധ്യവർഗത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അവർ ഈ പറയുന്ന പോലെ അവരുടെ എക്കോണമിക് ഗ്രോത്ത് ഒരു സ്റ്റേബിൾ അല്ല. ശരിയാണ്, ചിലപ്പോൾ ഒറ്റയടിക്ക് ചിലപ്പോൾ തൊഴിൽ നഷ്ടപ്പെടാം, അല്ലെ, കുറച്ച് നാൾ തൊഴിലില്ലാതിരിക്കാം. പക്ഷെ ഇവരുടെ ഒരു ചെലവാക്കുന്നുള്ള കഴിവ് വർദ്ധിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവരുടെ ഒരു ഫിനാൻഷ്യൽ പവർ കൂട്ടുക എന്നുള്ളതാണ്. ഒരൊറ്റ ചോദ്യം, നാളെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്, ഒരു കാര്യം ചെയ്തേക്കാം, എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ഒരു 5000 രൂപ ചിട്ടേക്കാം എന്ന് ഗവൺമെന്റ് ഈ ബഡ്ജറ്റ് പ്രസ്താവിച്ചിരുന്നെങ്കിൽ, നമ്മുടെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് 5000 രൂപ വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഈ പൈസ കിട്ടിയ ഉടനെ ചെലവാക്കിയേനെ. ശരിയാണ്, ഈ പൈസ നമ്മൾ ചെലവാക്കുന്നതിനനുസരിച്ച് ആളുകളുടെ പർച്ചേസിംഗ് പവർ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇത്രയും പൈസ ഒരുമിച്ച് ഇത്രയും ആൾക്കാർ അങ്ങോട്ട് ചെലവാക്കിയാൽ അതിനനുസരിച്ച് കമ്പനികൾ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ കൂട്ടണം. ശരിയല്ലേ? അപ്പൊ കമ്പനി പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ, കമ്പനി ഉൽപാദനം കൂട്ടിക്കഴിഞ്ഞാൽ, പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? GDP ഗ്രോത്ത് എന്ന് പറയുക. രാജ്യത്തിന്റെ GDP കൂടും. അങ്ങനെ കമ്പനികൾ ഒരുപാട് പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്രയും ഉൽപ്പാദിപ്പിക്കുന്നതനുസരിച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കൂടും, തൊഴിലവസരങ്ങൾ കൂടും. ശരിയാണ്. അങ്ങനെ തൊഴിലവസരങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അവരുടെയും പർച്ചേസിംഗ് പവർ പിന്നെയും കൂടും. അങ്ങനെയെങ്കിൽ മാർക്കറ്റിലെ മണി സപ്ലൈ കൂടുന്നത്, നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കോൺസെപ്റ്റ് ഇതാണ്. മാർക്കറ്റിൽ വരുന്ന മണി സപ്ലൈ കൂടുന്നതനുസരിച്ച്, ആളുകളുടെ കയ്യിലേക്കുള്ള പൈസ കൂടുന്നതനുസരിച്ച് ആളുകളുടെ പർച്ചേസിംഗ് പവർ കൂടിക്കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ GDP ഗ്രോത്ത് കൂടുന്നതിന് കാരണമാവും, പ്രൊഡക്ഷൻ കൂടുന്നതിന് കാരണമാവും. സെറ്റാണ്. അപ്പോ എന്റെയും നിങ്ങളുടെയും കയ്യിൽ പൈസ വരുന്നത് നല്ലതാണ്, നമ്മൾ പൈസ ചെലവാക്കുന്നത് നല്ലതാണ്, അത് എക്കോണമിയുടെ GDP ഗ്രോത്തിനെ സഹായിക്കും എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ ആ വികസിത ഭാരതം എങ്ങനെ നമ്മൾ സൃഷ്ടിക്കും എന്ന് ചോദിച്ചപ്പോ, ഒന്ന് പറഞ്ഞു രാജ്യം സാമ്പത്തിക വളർച്ചയിലൂടെ, 2 എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയിലൂടെ ഇൻക്ലൂസീവ് ഗ്രോത്ത്, 3 മധ്യവർഗത്തിന്റെ ചെലവാക്കുന്നുള്ള കഴിവ് വർദ്ധിപ്പിക്കുക, അവരുടെ പർച്ചേസിംഗ് പവർ കൂട്ടുക. പിന്നീട് അടുത്തൊരു പോയിന്റ് സ്വകാര്യ മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുക. തീർച്ചയായിട്ടും സ്വകാര്യ മേഖലയിൽ നിക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാൽ, ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ അതെങ്ങനെ സഹായിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നതനുസരിച്ച് ആ കമ്പനി എന്ത് ചെയ്യും? അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. അവർ ഉൽപ്പാദിപ്പിക്കുന്ന കൂട്ടും, അതിനനുസരിച്ച് തൊഴിലവസരങ്ങൾ ഉണ്ടാവാം. രാജ്യത്ത് ഈ പറയുന്ന ഗ്ലോബലി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പനികൾ വളർന്നു വരും. ശരിയാണ്. അങ്ങനെ സ്വകാര്യ മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുക രാജ്യത്തിന് നല്ലതാണ്. അടുത്ത പോയിന്റ് അപ്ലിഫ്റ്റ് ഹൗസ് ഹോൾഡ് സെന്റിമെന്റ്സ്. ഓക്കെ, അവിടെ എന്ത് ചെയ്യുക? നമ്മൾ ഈ പറയുന്ന ബാക്കി എല്ലാവരെയും, രാജ്യം വളരുന്നതിനോടൊപ്പം രാജ്യത്തെ ഓരോ ജനങ്ങളെയും, ആളുകളെയും കൂടി എന്ത് ചെയ്യുക? അതിനോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരിക, അവരുടെ ആ കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുക്കുക എന്നുകൊണ്ട്, ഇങ്ങനെ ഈ 5 കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 4 എഞ്ചിന്റെ സഹായത്തോടെ, ആരൊക്കെയാ 4 എഞ്ചിൻ? ആരൊക്കെയാണ്? എയിം എക്സ്പോർട്ട്, അഗ്രികൾച്ചർ, MSME, ഇൻവെസ്റ്റ്മെന്റ്, എക്സ്പോർട്ട്.
ഇവരുടെ സഹായത്തോടു കൂടി രാജ്യം എന്ത് ചെയ്യും? ആ ഒരു വികസിത ഭാരതമായിട്ട് മാറും എന്നാണ് 25-26 ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിവിടെ നോക്കേണ്ട പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ ഒരു 25-26 ബഡ്ജറ്റിൽ എപ്പോഴും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള കാര്യമാണ്, ഏറ്റവും കൂടുതൽ പൈസ വന്നത് എവിടുന്ന? ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയത് എവിടെയാണ്? ഏത് മേഖലയിലാണ്? ദേ നോക്കിയേ, നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചില കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നു 2025-26 ബഡ്ജറ്റിലുണ്ട്. ദേ നമുക്ക് നോക്കാം. 2025-26 ബഡ്ജറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടിയ വരുമാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് അതിന് മാത്രം ഒരു മാറ്റവുമില്ല. എന്ത് തന്നെയാണ്? കടം വാങ്ങലും മറ്റ് ബാധ്യതകളുമാണ്. അപ്പോൾ ഒരു ഡൗട്ട്, അതെങ്ങനെ അതൊരു ഇൻകം ആവുക? എടാ നോക്കുകയാ, ഇൻകം അല്ലെങ്കിൽ റെസീപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന് ഇങ്ങോട്ട് പൈസ കിട്ടുന്ന എല്ലാത്തിനെയും നമ്മൾ എന്തായിട്ടാണ് കാണുക? അവിടെ ബഡ്ജറ്റിൽ റെസീപ്റ്റ് ആയിട്ടാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം, ഏറ്റവും കൂടുതൽ പൈസ ലഭിക്കുന്ന മാർഗം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പൈസ ലഭിക്കുന്നതിന്റെ 24% എന്ത് തന്നെയാണ്? കടം വാങ്ങലും മറ്റ് ബാധ്യതകളുമാണ്. ഓക്കെ. പക്ഷേ കഴിഞ്ഞ വർഷത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് തൊട്ട് മുന്നത്തെ വർഷം 32% അവിടെ നിന്ന് 28% കുറഞ്ഞു. ഇപ്പം ദേ വീണ്ടും കടം വാങ്ങൽ കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ കടം വാങ്ങൽ കുറഞ്ഞിട്ടുണ്ട്. എത്രയായി? 24% മാറിയിട്ടുണ്ട്. ഇവിടെ 1-2 ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി തിരിച്ച് ചോദിക്കാം. ഓരോ പോയിന്റ് ശ്രദ്ധിച്ച് പഠിച്ചോണം. അങ്ങനെയെങ്കിൽ കടം വാങ്ങലും മറ്റ് ബാധ്യതകളും കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ വരുമാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുമാന നികുതിയാണ്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആണ്. എത്ര ശതമാനമാ? 22% ഇൻകം ടാക്സിൽ നിന്നുള്ള വരുമാനം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് രണ്ടാമത്തെ ഏറ്റവും വലിയ വരുമാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വരുമാന നികുതിയാണ്, ഇൻകം ടാക്സ് ആണ് 22%. ഫസ്റ്റ് കടം വാങ്ങൽ, 2 വരുമാന നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ്, 3-ാം സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ അത് GST ആണ്. ഓക്കെ, ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ, കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന മാർഗം കടം വാങ്ങൽ, 2 വരുമാന നികുതി, 3-ാം സ്ഥാനത്ത് GST, 4-ാം സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ അത് കോർപ്പറേറ്റ് നികുതിയാണ് 17%. ഇവിടെ നിന്ന് പല രീതിയിൽ ചോദ്യം വരാം. ശ്രദ്ധിച്ചോളൂ, കടം വാങ്ങലിലൂടെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയ ടാക്സ് ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയ നികുതി ഇതിനകത്ത് ഏതാ? തീർച്ചയായിട്ടും വരുമാന നികുതിയാണ്. ഇതിൽ നികുതി ബോറോയിങ് എന്ന് പറയുന്നത് ടാക്സിലൂടെ കിട്ടുന്ന വരുമാനം അല്ല. ശരിയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടുന്ന് അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ലഭ്യമായ നികുതി വരുമാനം ഏതാ? അത് വരുമാന നികുതിയാണ്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആണ് 22%. ഓക്കെ, അത് കൂടിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 20 ആയിരുന്നു, അത് 22 ആയിട്ട് ഇപ്പോൾ ഉയർന്നു. ഇനി അടുത്തത് GST മാറ്റമൊന്നുമില്ലാതെ 18% തന്നെ തുടരുന്നു. 2-ാം സ്ഥാനത്ത് ആരാണ്? GST ആണ്. അപ്പൊ നോക്കിയേ, ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി. ഒന്നാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ വരുമാനം ഏതായിരുന്നു? ആ ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആയിരുന്നു, കടം വാങ്ങലും മറ്റ് ബാധ്യതകളുമായിരുന്നു. ഏറ്റവും കൂടുതൽ കിട്ടിയ നികുതി വരുമാനം ഏതാ? ഏറ്റവും കൂടുതൽ കിട്ടിയ നികുതി വരുമാനം ഏതാണ്? അത് ഇൻകം ടാക്സ് ആണ്, ആദായ നികുതിയാണ്. സെറ്റാണ്. അടുത്തത് രണ്ടാമത്തെ ഏറ്റവും വലിയ നികുതി വരുമാനം ഏതാ? അത് GST ആണ്. ശരി, എങ്കിൽ ഇവിടുന്ന് അടുത്തൊരു ചോദ്യം, ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ് നമുക്കറിയാമല്ലോ, എന്നാൽ GST എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എങ്കിൽ അവിടുന്ന് അങ്ങനെ ചോദിക്കാം, ഏറ്റവും കൂടുതൽ കിട്ടിയ പരോക്ഷ നികുതി ഏതാ? ഏറ്റവും കൂടുതൽ കിട്ടിയ പരോക്ഷ നികുതി അത് GST ആണ്. ഇവിടുന്ന് എങ്ങനെ ചോദിച്ചാലും ചെയ്യാൻ പറ്റും. ഇനി താഴെ തന്നിരിക്കുന്നവയെ ഗവൺമെന്റ് കിട്ടുന്ന വരുമാന മാർഗത്തിന്റെ അസെൻഡിങ് ഓർഡറിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. എങ്ങനെയൊക്കെ ചോദിച്ചാലും ചെയ്യാൻ പറ്റുമല്ലോ. ഏറ്റവും കൂടുതൽ വരുമാനം ബോറോയിങ്, രണ്ടാമത്തത് ഇൻകം ടാക്സ്, മൂന്നാമത്തത് GST, അത് കഴിഞ്ഞാൽ ആരാണ്? കോർപ്പറേറ്റ് നികുതിയാണ്. ഏറ്റവും കൂടുതൽ കിട്ടിയ വരുമാനം കടം വാങ്ങൽ, ഏറ്റവും കൂടുതൽ കിട്ടിയ നികുതി വരുമാനം ഇൻകം ടാക്സ്, ഏറ്റവും കൂടുതൽ കിട്ടിയ പ്രത്യക്ഷ നികുതി ഏതാണ്? GST. പഠിച്ചു സെറ്റാണ്. ഏറ്റവും കൂടുതൽ കിട്ടിയ പരോക്ഷ നികുതി GST, ഇൻഡയറക്റ്റ് ടാക്സ് GST, വരുമാന നികുതി പ്രത്യക്ഷ നികുതിയാണ്. ഓക്കെ, സെറ്റ്. ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ചെലവാകുന്നത് എവിടെ? പൈസ ഏറ്റവും കൂടുതൽ ചെലവാകുന്നത് എവിടെയാണ്? ഇവിടെ നോക്കിയേ, ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ ചെലവാകുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നോക്കിയോളാം. സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വീതമാണ് ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ചെലവാകുന്നത്. അപ്പോ സംസ്ഥാനങ്ങളുടെ നികുതി വീതം, സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് എത്രയാണ്? 22%.
ഇപ്പൊ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വീതം എത്ര ശതമാനം? 22% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വീതം എന്ന് പറയുന്നത് 22%. ഇനി കോവിഡ് ടൈം കഴിഞ്ഞ് വന്ന ബഡ്ജറ്റ് ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ചെലവുണ്ടായത് പലിശ അടവിലായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ പലിശ അടവും സംസ്ഥാനങ്ങളുടെ നികുതി വീതവും ഏകദേശം തുല്യമായിരുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? സംസ്ഥാനങ്ങളുടെ നികുതി വീതം ഗ്രാജ്വലി കൂടി വരികയാണ്. ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഗവൺമെന്റിന് ചെലവാണ് ചോദിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട നികുതി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചെലവാണ്. അപ്പോ സംസ്ഥാനങ്ങളുടെ നികുതി വീതമാണ് 22%. ഇനി രണ്ടാം സ്ഥാനത്ത് ആരും ചോദിക്കുകയാണെങ്കിൽ പലിശ അടവാണ് 20%. പിന്നീട് പ്രതിരോധത്തിന് 8% ഉള്ളൂ. നോക്കിക്കോണേ, പ്രതിരോധത്തിന് 8% ഉള്ളൂ. സബ്സിഡി 6%. പെൻഷൻ 4%. ഇനി സെൻട്രൽ സെക്ടർ സ്കീമൊക്കെ, സെൻട്രലിന്റെ പദ്ധതികളൊക്കെ 16%. ഇനി അതുപോലെ സെൻട്രലി സ്പോൺസേഡ് സ്കീമുണ്ട്, അത് 8%. ഇനി പക്ഷേ ഒരു കാര്യമുണ്ട്, സെൻട്രൽ സെക്ടർ സ്കീമും സ്പോൺസേഡ് സ്കീമും കൂടെ കമ്പൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ 16 8 24% ആയി. പദ്ധതികൾക്ക് ടോട്ടൽ 24% ആയി. ശരിയാണ്. വെറുതെ പദ്ധതികൾ, ഗവൺമെന്റ് പദ്ധതികൾ എന്ന് തരികയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും കൂടിയ ചെലവ് 24. കാര്യം 16ഉം ഈ 8ഉം കൂടെ ചേർത്ത് എത്രയായി? 24% ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഗ്രാഫ് വെച്ചിട്ട് ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ചെലവാകുന്ന മാർഗം എവിടെ? സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം. എത്ര ശതമാനം? 22%. പക്ഷെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വെറുതെ ഗവൺമെന്റ് പദ്ധതികൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് പദ്ധതികളെ പൊതുവെ നമ്മൾ രണ്ടാക്കും: സെൻട്രലി സെക്ടർ സ്കീമും സെൻട്രലി സ്പോൺസേഡ് സ്കീമും. സെൻട്രലി സെക്ടർ സ്കീം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള പൈസ ചെലവാക്കുന്ന സെൻട്രൽ ആയിരിക്കും, കേന്ദ്രമായിരിക്കും. സെൻട്രലി സ്പോൺസേഡ് ആവുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും കൂടെ ആയിരിക്കും എന്ത് ചെയ്യുക? ആ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഈ പറയുന്ന പൈസ ചെലവാക്കുന്നത് രണ്ടുപേരും കൂടെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 24% ഗവൺമെന്റ് പദ്ധതികളാണ് കൂടുതൽ. ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ നികുതി വീതമാണ് 22%. ഇനി അത് കഴിഞ്ഞാൽ പലിശ അടവാണ് 20%. പ്രതിരോധത്തിന് എത്രയേ ഉള്ളൂ? 8% ഉള്ളൂ. സബ്സിഡി 6, പെൻഷൻ 4%. സെറ്റ്. ക്ലിയർ. അപ്പൊ ഇത്രയും കാര്യത്തിൽ നിന്ന് നമുക്ക് ഇപ്പൊ പഠിച്ചത് 2025-26 ബഡ്ജറ്റില് പ്രധാനപ്പെട്ട വികസന എഞ്ചിനുകൾ എന്തിന്റെ സഹായത്തോടു കൂടി രാജ്യം വികസന പാതയിലേക്ക് എത്തും? 4 എഞ്ചിനുകൾ. ഏതൊക്കെ? കൃഷി, MSME, പിന്നീട് നിക്ഷേപം ഒന്നുണ്ടായിരുന്നല്ലോ, എക്സ്പോർട്ട് അല്ലെങ്കിൽ കയറ്റുമതി. ഓക്കെ, ഇതിന്റെ സഹായത്തോടു കൂടി എങ്ങനെ വികസിത ഭാരതമായിട്ട് മാറും എന്ന് നമുക്കറിയാം. 5 കാര്യങ്ങൾ പറഞ്ഞു. രാജ്യത്തിന്റെ GDP ഗ്രോത്ത്, അതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച, മധ്യവർഗത്തിന്റെ ചെലവാക്കുന്നുള്ള കഴിവ് വർദ്ധിപ്പിച്ചു, സ്വകാര്യ മേഖലയിലെ നിക്ഷേപം, അതുപോലെ ഹൗസ് ഹോൾഡ് സെന്റിമെന്റ്സ്. ശരി, പിന്നീട് എവിടെ നിന്നൊക്കെയാണ് വരുമാനം കിട്ടിയത്? പൈസ എവിടെയൊക്കെ ചെലവാക്കി? ഇനി പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത് വിചാരിച്ചോളൂ. ഇവിടുത്തെ മിനിസ്ട്രികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മിനിസ്ട്രികളിൽ ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നത് ഏത് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്? ഏത് മന്ത്രാലയത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആരെ എഴുതാം? പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നത്. അല്ലാതെ ഗവൺമെന്റ് ഏറ്റവും വലിയ ചെലവ് എവിടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഏറ്റവും വലിയ ചെലവ് സംസ്ഥാനങ്ങൾക്കുള്ള എന്താണ്? നികുതി വിഹിതമാണ്. ഇനി 2 പദ്ധതികളോടെ ചേർത്ത് കഴിഞ്ഞാൽ നികുതി വിഹിതത്തെക്കാൾ കൂടുതൽ ആരുണ്ട്? പദ്ധതികളുണ്ട് എന്നും കൂടി അതിന്റെ കൂടെ ഓർത്തിരിക്കുക. രണ്ടാമത്തെ പോയിന്റ്, ഈ പറയുന്ന ഗ്രാമീണ വികസനം രണ്ടാമത് ചെലവാക്കുന്നത് ഏത് മിനിസ്ട്രിക്കാണ്? ഗ്രാമീണ വികസനത്തിനാണ്. 3 ആഭ്യന്തരത്തിനാണ്, ഹോം അഫയേഴ്സ്. അടുത്ത് നോക്കുകയാണെങ്കിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വിദ്യാഭ്യാസം. ഏറ്റവും കുറവ് ചെലവാക്കുന്നത് സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റുകൾക്കാണ്. ഓക്കെ, സെറ്റ് ക്ലിയർ. ശരി, അപ്പൊ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 1-2 ചോദ്യങ്ങൾ കൂടി തരികയാണ്. 1-2 ചോദ്യങ്ങൾ കൂടി. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്? ഒരു ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആർട്ടിക്കിൾ 112 ബഡ്ജറ്റ് എന്ന വാക്കിനെ പറ്റി പ്രസ്താവിച്ചിരിക്കുന്നു. തെറ്റാണ്. ബഡ്ജറ്റ് എന്ന വാക്കിനെ പറ്റി എവിടെയും പറയുന്നില്ല. ബഡ്ജറ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 112 ആണ്. പക്ഷെ അവിടെ പറയുന്ന വാക്ക് എന്താ? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വാർഷിക ധനകാര്യ പ്രസ്താവന എന്നാണ് പറയുന്നത്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഫിനാൻസ് മിനിസ്റ്റർ ആണ്. തീർച്ചയായിട്ടും ശരി തന്നെയാണ്. ബഡ്ജറ്റിന്റെ പിതാവ് PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് മഹലനോബിസ് തന്നെയാണ്. ശരിയാണ്. അപ്പോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, വെട്ടിക്കളഞ്ഞാൽ 2, 3 ശരിയെന്ന് കിട്ടും. എങ്കിൽ നിങ്ങളോടൊരു ചോദ്യം, 2025-26 ബഡ്ജറ്റിലെ വികസന എഞ്ചിനുകളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഇതിന്റെ ആൻസർ എല്ലാവരും എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യുക.
ഇവിടെ കൃഷി, PM ഗതിശക്തി, MSME, അന്നദാത, ഇതിൽ ശരി ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇനി നമുക്ക് ബഡ്ജറ്റിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 വികസന എഞ്ചിനുകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തൊക്കെ പദ്ധതികളാണ് മുന്നോട്ട് വെച്ചത് നമുക്കറിയണമല്ലോ. ശരിയാണ്, പ്രധാനമായിട്ടും ഇതൊരു ഫുൾ ബഡ്ജറ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് ടാക്സ് റിഫോംസുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ടാക്സ് റിഫോമുകൾ എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിനെ 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഈ പറയുന്ന ഗവൺമെന്റ് പദ്ധതികൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള വികസന എഞ്ചിനുകളിലൂടെ എങ്ങനെ രാജ്യം ഡെവലപ്മെന്റിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക, അടുത്ത വീഡിയോ വേണമോ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായോ എന്നുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.